ശശി തരൂര് നെഹ്റു കുടുംബത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ലേഖനത്തിൽ ഉന്നയിക്കുന്നത്. ഈ ഭാരതത്തിൽ പ്രായപൂർത്തി വോട്ടവകാശമുള്ള ആർക്കും ഇലക്ഷൻ മത്സരിക്കാം. ഇന്നാളുടെ മകനായതുകൊണ്ട് മത്സരിക്കരുതൊന്നും ഭരണഘടനയിലില്ല, അതൊട്ട് നടക്കൂല. ഏതൊരു പൗരനും മത്സരിക്കാം. നെഹ്റു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ലോകസഭയിലേക്കാണ് മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്, അല്ലാതെ ബാക്ക്ഡോർ എൻട്രി അല്ല, ലോകസഭയിലേക്കാണ് മത്സരിച്ചത്. പറയുന്നത് യോഗ്യതയാണ് വേണ്ടത്, പാരമ്പര്യമല്ല. അതായത് പേരുകൾ പരാമർശിക്കുന്നുണ്ട്, സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്, പ്രിയങ്ക ഗാന്ധിയുടെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോഴും കേരളത്തിലെ കോർ കമ്മിറ്റി അംഗമാണ്, കേരളത്തിലെ MP ആണ്, AICC വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പാർട്ടി ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഓട് പൊളിച്ചിട്ടല്ലല്ലോ ലോക്സഭയിൽ കയറിയത്. ജനങ്ങൾ യോഗ്യത നോക്കിയിട്ട് വോട്ട് ചെയ്യൂ. ഞാൻ 4 തവണ ലോകസഭയിലേക്കും 2 തവണ നിയമസഭയിലേക്കും ജയിച്ചത് ഞാനിതിന് യോഗ്യനാണെന്ന് എന്നെ വോട്ട് ചെയ്തവർക്ക് തോന്നിയതുകൊണ്ടാണ്. അതല്ലാതെ ഇന്നാ മകനായതുകൊണ്ട് ഇനി മത്സരിക്കാൻ പാടില്ല എന്ന് ഏത് കോടതിക്കാ പറയാൻ പറ്റും? അവരുടെ കുടുംബത്തിൽ എല്ലാവരും ലോകസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചവരാ. മാത്രമല്ല തെക്കൻ കേരളത്തിലും അല്ല തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും മത്സരിച്ച് ജയിച്ച ആളാ രാഹുൽ ഗാന്ധി. അവർ നിസ്സാര കാര്യമാണോ? അദ്ദേഹം ചെറിയ നേതാവല്ലല്ലോ, വർക്കിംഗ് കമ്മിറ്റി അംഗമല്ലോ. പാർട്ടി ചോദിക്കേണ്ട ഇത്ര നിരന്തരമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ കേരളത്തിൽ ഒരു MP തന്നെ വിമർശനം ഉന്നയിക്കുകയാണ്. വലിയ ലേഖനമാണ്, ഇംഗ്ലീഷ് ദിനപത്രത്തിൽ വന്നു, മലയാളത്തിൽ. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് കോർപ്പറേഷൻ ഇലക്ഷന്റെ ചുമതലയുള്ളതുകൊണ്ട് എനിക്ക് ലേഖനം വായിക്കാൻ കഴിയില്ല.